ഞാനവിടെ മാസവരി എടുക്കാനായിട്ട് ഞാൻ ആ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് പൈസ മേടിച്ച് അത് തിരിച്ച് ഞങ്ങൾ പോരുകയും ചെയ്യുന്നുണ്ട്. അരമണിക്കൂറോളം സംസാരിച്ചു ഈ മകനെക്കുറിച്ചൊക്കെ. അപ്പോൾ അത് സംസാരിച്ചിട്ട് ഇവരെന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അവനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാനുള്ള അന്ന് കണ്ടതിന് ശേഷം മരണപ്പെട്ടാൽ മതി എന്നൊക്കെ ഉള്ള ധീരണയിലൊക്കെ അവരങ്ങനെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ട് ഓട്ടമൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് 5:10 കാലാവും. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ പള്ളിയിൽ ഇങ്ങനെ കയറി ചെടിയൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴാണ് നിലവിളി കേൾക്കുന്നത്. ഇവരുടെ മൂത്ത മകൾ. അത് കേട്ടുകൊണ്ട് ഞാൻ ഓടിച്ചെല്ലുന്നു. അപ്പോൾ നമ്മൾ അനിയത്തി കൂടെ ഉണ്ട്, കൂടെ ഓടിച്ചെല്ലുന്നു. ചെന്നപ്പോൾ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ മരണപ്പെട്ടിട്ട് 1-2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ബ്ലഡ് കട്ടിയായി കിടക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് അത്രയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൃതദേഹം എവിടെയായിരുന്നു? എങ്ങനെയാണ്? അടുക്കളയിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ബ്ലഡിലാണ് കുളിച്ച് കിടക്കുന്നത്. തൊട്ടടുത്താണോ വലീസിൻ്റെ വീട്? എൻ്റെ വീട് പുലിപ്പാറയാണ്. ഇപ്പം ഞാൻ പള്ളിയായിട്ട് ജോലി, എൻ്റെ തൊട്ട് മുമ്പിലാണ് പള്ളി. അതെ, എൻ്റെ വീട് ഫസിലിറ്റി. അപ്പോൾ താഴെ ഇപ്പം അങ്ങോട്ട് പള്ളിയിലെ പേഡ് സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ജമാഅത്തിൻ്റെ വീട്ടുകളിലും പോയി എത്തുന്ന ഞാനാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിൽ എവിടെയൊക്കെ കാര്യങ്ങളായാലും